സോഹോ FSMൽ ന്യൂ അസറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി സോഹോ FSM ഓപ്പൺ ചെയ്യുക. അതിൽ കസ്റ്റമേഴ്സ് ടാബിൽ അസറ്റ് മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അസറ്റ് മൊഡ്യൂൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അസറ്റ് നമുക്കിവിടെ വ്യൂ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് റോയിൽ കാണുന്നത് അസറ്റിൻ്റെ ഫീൽഡ്സ് ആണ്. ഒരു ന്യൂ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായി റൈറ്റ് സൈഡിലെ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അസറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ക്രിയേറ്റ് അസറ്റിൻ്റെ ഒരു ഫോം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ അസറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇവിടെ റെഡ് ലൈനിൽ കാണുന്നത് മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് അസറ്റ് നെയിം ഫീൽഡാണ്. ഇവിടെ അസറ്റ് നെയിം എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് വരുന്നത് സർവീസ് ആൻഡ് പാർട്ട് ഫീൽഡാണ്. അസറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ആൻഡ് പാർട്ട് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഫീൽഡിൽ ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് അസറ്റ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡാണ്. നെക്സ്റ്റ് വരുന്നത് പാരൻ്റ് അസറ്റ് ഫീൽഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ് പാരൻ്റ് അസറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് ഇവിടെ ബ്ലാങ്ക് ആക്കി വെക്കാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചൈൽഡ് അസറ്റ് ആണെങ്കിൽ ഇവിടെ ഈ ഫീൽഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും പാരൻ്റ് അസറ്റിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫീൽഡിൽ GIAI നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഓർഡർ ഡേറ്റ്, ഇൻസ്റ്റാളേഷൻ ഡേറ്റ്, പർച്ചേസ് ഡേറ്റ്, വാറണ്ടി എക്സ്പിറേഷൻ ഡേറ്റ് ആണ്. അത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കറൻസി ഫീൽഡിൽ കറൻസി എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഫീൽഡാണ്. ഈ അസറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അതിവിടെ നമുക്ക് കാണാവുന്നതാണ്. അതിൽ നിന്നും സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ഒരു ന്യൂ കമ്പനി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സെയിം കോൺടാക്ട് ഫീൽഡിൽ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് നമുക്കിവിടെ വ്യൂ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത് ന്യൂ കോൺടാക്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഫീൽഡിൽ അസറ്റിൻ്റെ അഡ്രസ് എൻ്റർ ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ അസറ്റ് ഇവിടെ സേവ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ അസറ്റ് മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അസറ്റ് നമുക്കിവിടെ കാണാവുന്നതാണ്.